ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദ പൊട്ടീറ്റോ ലാബിൻ്റെ 10th എപ്പിസോഡാണ്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ എൻഡിൽ തന്നെ കീസയും മ്യൂക്കിങ്ങും ഹഗ് ചെയ്യുന്ന സമയത്ത് ബേഖോ അവിടെ വരികയും അത് കാണുകയും ചെയ്യുന്ന ഒരു സീനോട് കൂടിയിട്ടാണല്ലേ നമ്മൾ നിർത്തിയത്. അത് പക്ഷെ ബേഖോ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നെങ്കിലും എല്ലാം കൂടിയുള്ള വിഷമത്തിൽ താങ്ങാനാവാണ്ട് പെട്ടെന്നുള്ള ഒരു ഇമോഷൻ്റെ പുറത്താണ് കീസെ അങ്ങനെ ചെയ്യുന്നത്. എനിവേ, ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ മീക്കിങ് അവൻ്റെ യഥാർത്ഥ ഫീലിങ്സ് അവനിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്നും അവൻ്റെ അച്ഛൻ മരിച്ച ആ ഒരു വിഷമത്തിലാണ് അവനിങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ച് അവരുടെ കാറിലേക്ക് കയറിയിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇതെല്ലാം കണ്ട് വിഷമിച്ച് ദേഷ്യപ്പെട്ട് ബേഖോ അവൻ്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോകുന്നത്. ഇതേ സമയത്ത് തന്നെ ഒങ്ജു മീക്കിങ്ങിനെ വിളിച്ച് ബേഖോയും കീസയുടെ അച്ഛനെ കാണാനായിട്ട് ഫ്യൂണറൽ ഹാളിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ട് മീക്കിങ് അവിടെ എല്ലാം അവനെ നോക്കുന്നുണ്ടെങ്കിലും അവനെ കാണുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വേഗം തന്നെ അവൾ ഓഫീസിലേക്ക് വന്ന് അവിടെ നോക്കിയ സമയത്ത് അവൻ വോൺഹാനിലേക്ക് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പോയി എന്ന് അവിടെയുള്ള കോ വർക്കേഴ്സ് മീക്കിങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് മീക്കിങ്ങിൻ്റെയും കീസയുടെയും ഡാറ്റാസൊക്കെ എടുത്തു നോക്കിയപ്പോഴാണ് 6 വർഷങ്ങൾക്ക് മുമ്പ് വോൺഹാനിൽ വെച്ച് നടന്ന ഒരു ഇൻസിഡൻറ്റുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്നും കീസയും മ്യൂക്കിങ്ങും തമ്മിലും എന്തോ ഒരു കണക്ഷൻ ഉള്ളതായിട്ടും അവന് മനസ്സിലാവുന്നത്. അന്ന് നടന്ന ഇഷ്യൂ എന്താണെന്ന് ഇപ്പോഴും നമ്മളെ കാണിക്കുന്നില്ലെങ്കിലും അതിൽ ബേഖോയും ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ സത്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അവനിപ്പോൾ വോൺഹാന്റെ CEO ആയിട്ടുള്ള യൂണിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഡോറിൽ ഒന്ന് നോക്ക് ചെയ്യും പോലും ചെയ്യാതെ വളരെ ദേഷ്യപ്പെട്ട് അവൻ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് വന്നിട്ട് അത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒരു എക്സ്പ്ലനേഷൻ യൂണിന്റെ അടുത്ത് ചോദിക്കുകയാണ്. ഈ സമയത്ത് യൂൺ മീറ്റിംഗിലുള്ള എല്ലാവരെയും പുറത്തേക്ക് വിട്ടിട്ട് അവനോട് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കേട്ട് വളരെയധികം ഡിസ്ട്രെസ്ഡ് ആയിട്ട് അവൻ പുറത്തേക്ക് വന്ന് മീക്കിങ് അവൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. ആ ഒരു പൊട്ടേറ്റോ ഫീൽഡിൽ വെച്ച് 6 വർഷങ്ങൾക്ക് മുമ്പ് വോൺഹാനിൽ നടന്ന ആ ഒരു ഇൻസിഡന്റിനെ തുടർന്ന് അവളുടെ ജീവിതവും ലവ് ലൈഫും കരിയർ ലൈഫും അവളുടെ ഡ്രീംസും എംബീഷനും അങ്ങനെ എല്ലാം തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അവൾക്ക് ഇന്നും ഒരു ട്രോമയായിട്ട് തീർന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു അതെന്ന് അവൾ അന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ആലോചിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുകയാണ് ബേഖോ. അങ്ങനെ മേക്കിങ് അന്നത്തെ ജോലിയെല്ലാം തീർത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബേഖോ ഓൾറെഡി അവളെ വെയിറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ മെസ്സേജസിനൊന്നും എന്താണ് റിപ്ലൈ തരാത്തേന്ന് ചോദിച്ച് അവൾ അവൻ്റെ അടുത്ത് പോകുമ്പോൾ ഒന്നും നോക്കാതെ അവൻ ഓടി വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് നിന്നെ മിസ് ചെയ്തതുകൊണ്ടാണെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളില് എന്തോ കിടന്ന് പുകയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ പിന്നീട് ബേഖോ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളോട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നീട് ഒങ്ജുവിൻ്റെയും കങ്ങിൻ്റെയും ഒപ്പം കുറെ തല്ലുകൂടി കളിച്ചും ചിരിച്ചും ഒക്കെ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അന്ന് രാത്രി കിടക്കാൻ പോകുമ്പോഴും ബേഖോയുടെ മൈൻഡ് വളരെ അസ്വസ്ഥമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാണാം. ഇതേ സമയത്ത് കീസയുടെ അച്ഛൻ്റെ ഫ്യൂണറൽ ഹാളിലേക്ക് CEO ആയിട്ടുള്ള യൂൺ വന്നിട്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു കാര്യത്തിലും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ട് കീസയും ബേഖോയും എന്തിനാണ് ഇപ്പോൾ ഇത്രയും വെറീഡ് ആവണേന്നും എന്തിനാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം വീക്കെൻഡ് ആയതുകൊണ്ട് മ്യൂക്കിങ്ങും കൂട്ടരും അവരുടെ ഫാദർ ആയിട്ടുള്ള മോങ്കിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതേസമയം അവള് ബേഖോയെ പറ്റിയിട്ടും അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടൊക്കെ കുറെ മോങ്കിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതേസമയം ബേഖോയെ ആകട്ടെ ജോഗിങ്ങിനൊക്കെ പോയി മുമ്പേ പരിചയപ്പെട്ട ഒരു മുത്തശ്ശീനെ കണ്ട് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ മുത്തശ്ശി ആകട്ടെ അവന്റെ മുഖത്തുള്ള ആ ഒരു വിഷമമെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് പറയാനായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറയണമെന്നും അഥവാ അതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളത് ഒരുപാട് പിന്നീട് റിഗ്രറ്റ് ചെയ്യുമെന്നും അവന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അത്രയല്ല, ഈ മുത്തശ്ശിയുടെ കഥകളിൽ നിന്നും എല്ലാം നഷ്ടപ്പെട്ടിട്ടും ആ വേദനകളെല്ലാം മുത്തശ്ശി എങ്ങനെയാണ് ഓവർകം ചെയ്തതെന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് ഇന്നും മുത്തശ്ശി പെയിനിൽ തന്നെയാണെന്നും പക്ഷെ അതിൽ നിന്ന് ഒളിച്ചോടാതെ അതിനെ ധൈര്യമായിട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ മുത്തശ്ശി പറയുന്ന കേട്ടിട്ട് ബേഖോയും എന്തൊക്കെയോ വിചാരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അവിടേക്ക് കുറച്ചും കൂടി വില്ലേജേഴ്സ് ഒക്കെ വന്നിട്ട് അവന്റെ വിഷമം കണ്ട് അവന് കുറെ ഫുഡൊക്കെ കൊടുത്തിട്ട് ആ ഫുഡും കൊണ്ട് അവൻ മീക്കിങ്ങിന്റെ അടുത്ത് വന്ന് നമുക്ക് ഒന്ന് നടന്നിട്ട് വന്നാലോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവൾ അതിന് ഓക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളെ ഓഫീസിൽ നിന്ന് പിക്നിക്കിന് പോകുന്ന കാര്യം മീക്കിങ് പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കുറച്ച് സീരിയസ് ആയിട്ട് ബേഖോ എന്തൊക്കെയോ പറയാൻ വന്ന അതേ സമയത്ത് തന്നെ
അവിടെ കുറെ മിന്നാമിനുങ്ങുകളൊക്കെ വരുന്നത് കാരണം രണ്ടുപേരുടെയും അറ്റൻഷൻ അങ്ങോട്ട് മാറി ബേഖോ പറയാൻ വന്ന കാര്യം പറയാതെ അതിനു പകരം നാളത്തെ പിക്നിക്കിൽ ഞാനും ജോയിൻ ചെയ്താലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പിക്നിക്കിന് പൊട്ടേറ്റോ ലാബിലുള്ള എല്ലാവരും വളരെ സന്തോഷത്തിൽ ഓരോ തമാശകളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് അവിടേക്ക് തന്നെ അവരുടെ ദത്തശത്രുക്കളായിട്ടുള്ള മറ്റൊരു സ്വീറ്റ് പൊട്ടേറ്റോ ലാബിലെ ആൾക്കാർ വരുന്നത്. ഈ രണ്ട് ലാബുകളും ഒരേ ഫീൽഡ് തന്നെ ആയതുകൊണ്ട് ഈ രണ്ട് ലാബുകൾക്കിടയിലും നല്ല പോലെ കോമ്പറ്റീഷനും അതുപോലെ തന്നെ ശത്രുക്കളും ആയിരുന്നു. അങ്ങനെ കൺമുമ്പിൽ കണ്ടപ്പോൾ തന്നെ രണ്ട് ടീമുകളും ഓരോന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ തർക്കിച്ചു തുടങ്ങി. അങ്ങനെ അത് പതിയൊരു ഫൈറ്റിലേക്ക് പോകാൻ നിൽക്കുന്ന അതേ സമയത്താണ് ബേഖോ അങ്ങോട്ടേക്ക് വരുന്നത്. മാത്രമല്ല അവരുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടീമിന് മുമ്പിൽ വെച്ച് അവൻ നമ്മുടെ പൊട്ടേറ്റോ ലാബിന് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്റ്റേ കൂടി അറേഞ്ച് ചെയ്തിട്ട് അവരോട് മാക്സിമം തന്നെ എൻജോയ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും വളരെ വലിയ ലക്ഷൂറിയസ് ആയിട്ടുള്ള റൂംസ് അവൻ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അവനും മീക്കിങ്ങും കൂടിയിട്ട് ബെഡിലിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കിസ് ചെയ്യാൻ വന്നപ്പോഴാണ് അവിടേക്ക് അവരുടെ കോവർക്കറിന്റെ മകള് വന്നിട്ട് അവൾക്ക് തന്റെ പാരന്റ്സിന്റെ ഒപ്പം കിടക്കണ്ടെന്നും അവൾക്ക് ബേഖോനെ വലിയ ഇഷ്ടമായതുകൊണ്ട് അവന്റെ ഒപ്പം കളിക്കാമെന്നും അവൾ പറയുന്നത്. കാര്യം എന്താന്ന് വെച്ചാൽ ബേഖോ നേരത്തെ മറ്റ് ലാബുകാരുടെ മുമ്പിൽ വെച്ച് പൊട്ടേറ്റോ ലാബിലെ ആൾക്കാരെ രക്ഷിക്കാനായിട്ട് അവർക്ക് ഇങ്ങനെ ലക്ഷൂറിയസ് ആയിട്ടുള്ള സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തപ്പോൾ അവരുടെ മനസ്സിൽ അവനൊരു ഹീറോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കുട്ടി ബേഖോയും വിളിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ബാക്കി എല്ലാവരും വെക്കേഷൻ എൻജോയ് ചെയ്യുന്ന സമയത്ത് ബേഖോയ്ക്ക് മാത്രം ആ കുട്ടിയുടെ ഒപ്പം ഓരോ ഗോഷ്ഠികളൊക്കെ കാണിച്ച് ഡാൻസ് ചെയ്ത് പ്രിൻസസ് ആയിട്ട് അഭിനയിച്ച് ആ ഒരു ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടേണ്ടി വരുന്നുണ്ട്. ഏതായാലും അന്ന് രാത്രി അവരെല്ലാവരും ഫുഡ് കഴിച്ച് ഡ്രിങ്ക്സ് ഒക്കെ അടിച്ച് ഓരോ തമാശകളൊക്കെ പറഞ്ഞു നിൽക്കുന്നതിന്റെ ഇടയിലാണ് അറിയാതെ ആ ഒരു കുട്ടിയുടെ വായിൽ നിന്ന് മീക്കിങ്ങിനെ ബേഖോ ഫയർ ചെയ്തു എന്നുള്ളൊരു കാര്യം എല്ലാവരും അറിയുന്നത്. മീക്കിങ് ഒരുപാട് തവണ ഈ ഒരു വിഷയം മാറ്റാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അത് പേഴ്സണലായിട്ട് എടുത്തൊരു തീരുമാനമല്ലെന്നും ഇവരുടെ പഴയ കമ്പനി വൻഹാനുമായിട്ട് മേർജ് ചെയ്ത സമയത്ത് കമ്പനിയായിട്ട് എടുത്ത തീരുമാനമാണെന്നും അവൻ പറയുന്നുണ്ടെങ്കിലും അത് കേട്ട് അവിടെയുള്ള എല്ലാവരും തന്നെ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് തിരിച്ച് പോവാണ്. കാരണം അവരെ സംബന്ധിച്ച് മീക്കിംഗ് എന്ന് പറയുന്നത് അവരുടെ വെറും ഒരു എംപ്ലോയി മാത്രമായിരുന്നില്ല, അവരുടെ നല്ലൊരു ഫ്രണ്ടും കൂടിയായിരുന്നു. മാത്രമല്ല ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളെ കമ്പനി എന്തിനാണ് വെറുതെ പറഞ്ഞു വിടുന്നതെന്നും അവർ ചിന്തിച്ചു. അങ്ങനെ ഇതിനുശേഷം ബേഖോയും മീക്കിങ്ങും കൂടി നേരെ പൊട്ടേറ്റോസ് എല്ലാം കൃഷി ചെയ്യുന്ന ആ ഒരു ലാബിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവിടെ വെച്ച് മീക്കിങ് തനിക്ക് ഇപ്പോൾ ഒരിക്കലും ആ ഒരു ജോലി പോയതിന് ആലോചിച്ച് വിഷമമില്ലെന്നും ഈ ഒരു ജോലി ഇല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ജോലി കണ്ടുപിടിച്ച് അത് നല്ല രീതിയിൽ ചെയ്യുമെന്നും ഈ പൊട്ടേറ്റോസിനെ കുറിച്ചുള്ള റിസർച്ച് എന്തായാലും കണ്ടിന്യൂ ചെയ്യുമെന്നും അവൾ പറയുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് ബേഖോയോട് ഇതിൻ്റെ പേരിൽ ഒരു ദേഷ്യമില്ലെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ ഫയർ ചെയ്തതുകൊണ്ട് നിനക്കെന്നോട് ദേഷ്യപ്പെടാനായിട്ടുള്ള എല്ലാ റൈറ്റും ഉണ്ടെന്നും അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ എന്നെ ചീത്ത പറയണമെങ്കിൽ പറയാമെന്നും കരയണമെങ്കിൽ കരയാമെന്നൊക്കെ അവൻ പറയുമ്പോൾ ബേഖോ ഒപ്പമുള്ളത് കാരണം അവൾ വളരെയധികം ഹാപ്പി ആണെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഇതെല്ലാം കേൾക്കുമ്പോൾ ബേഖോയ്ക്ക് എന്തോ വളരെ ബാഡായിട്ട് ഫീൽ ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് കുറച്ച് സമയം വേണമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. പെട്ടെന്ന് അവനിങ്ങനെ പോയത് കാരണം മീക്കിങ്ങിനും അന്ന് രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ബേഖോ സിഇഒ ആയിട്ടുള്ള യൂണുമായിട്ട് സംസാരിച്ചത് എന്താണ് നമ്മളെ കേൾപ്പിക്കുന്നത്. അതായത് ഹീജനിന് ഇസയെ ആദ്യമായിട്ട് നോക്കിയപ്പോൾ തന്നെ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ട് അവനെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പുറയിലോട്ട് വന്നത് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ഓൾറെഡി കണ്ടതാണ്. മാത്രമല്ല കീസയ്ക്കാണെങ്കിൽ ഹീജൻ റിച്ച് ആയതുകൊണ്ടും ചെയർമാന്റെ മകളായതുകൊണ്ടും ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവുമെന്ന് കരുതി അവനും ഇങ്ങനെ ചീറ്റ് ചെയ്യാണ് ചെയ്തത്. പക്ഷെ ഹീജിന്റെയും ഈസയുടെയും കല്യാണത്തിന്റെ സമയത്ത് സിഇഒ ആയിട്ടുള്ള യൂൺ അവനെ പറ്റി കുറെ ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ ചെയ്ത സമയത്താണ് അവൻ ഓൾറെഡി മീക്കിങ്ങുമായിട്ട് ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നും അത് ഈ ഒരു ഓഫീസിൽ തന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കാര്യവും അവള് കണ്ടുപിടിക്കുന്നത്. മാത്രമല്ല ഈ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്പനി ഇൻവോൾവ് ആയതുകൊണ്ട് ഈജിന്റെ എന്തെങ്കിലും ചെറിയൊരു തീരുമാനം ഇവരുടെ എല്ലാവരുടെയും പൊസിഷനെ തന്നെ എഫക്ട് ചെയ്യാം എന്ന് മുൻകൂട്ടി കണ്ട് അവളുടെ ജോലിയും പൊസിഷനും എല്ലാം സേഫ് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം അവൾ ബേഖോനെ അറിയിക്കുന്നതും അങ്ങനെ ഇൻഡയറക്ട്ലി ബേഖോ ഇൻവോൾവ് ചെയ്തുകൊണ്ട് അവള് ആ ഒരു കമ്പനിയിൽ നിന്ന് ഫയർഡ് ആകുന്നതും. ഇതേസമയം നിങ്ങൾ കാരണം ഒരു സാധാരണ എംപ്ലോയിക്ക് അവളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടതെന്ന് ബേഖോ യൂണിന്റെ അടുത്ത് പറയുമ്പോൾ അതിന് കാരണം താനല്ലെന്നും അത് ബേഖോ തന്നെയാണെന്നും യൂൺ പറയുന്നത് കേട്ടിട്ട് അറിയാതെയാണെങ്കിലും ബേഖോ കാരണം മീക്കിങ് 6 വർഷം മുമ്പ് ഇത്രയൊക്കെ ട്രോമ സഫർ ചെയ്തതും വേദനിക്കപ്പെട്ടതും ഒക്കെ ആലോചിച്ച് അവനിപ്പോൾ നല്ല വിഷമം വരുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം മീക്കിങ് ജോബിന് പോയുന്ന സമയത്ത് അവള് കീസയെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അവന്റെ അച്ഛൻ മരിച്ച സമയത്ത് അവനെ കണ്ടപ്പോൾ അവൻ അവളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിർത്തിയതിൽ റിഗ്രറ്റ് ചെയ്യുന്നു എന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അന്ന് മീക്കിങ് അത് ഒരു പക്ഷെ അച്ഛൻ മരിച്ച ഒരു വിഷമത്തിൽ പറഞ്ഞതായിരിക്കും എന്ന് വിചാരിച്ച് കാര്യം
കാര്യമായിട്ട് എടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് വീണ്ടും വന്ന് അവൻ ഈ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവാൻ നിന്ന മേക്കിങ്ങിനെ തടഞ്ഞു നിർത്തിയിട്ട് ബേക്കോ നിന്നോടൊന്നും പറഞ്ഞില്ലേന്ന് അവൻ ചോദിക്കുകയാണ്. അതിന് മാത്രം എന്താണ് ഇപ്പൊ പറയാനുള്ളതെന്ന് അവൾ ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്താലും നീ ബേക്കോയെ ഇത്രമാത്രം വിശ്വസിക്കരുതെന്ന് മാത്രം പറഞ്ഞിട്ട് കീസി അവിടെ നിന്ന് പോവാണ്. അതിനുശേഷം മേക്കിങ് അവളുടെ സ്ഥിരം ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്ത് കീസയുടെ അസിസ്റ്റന്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു കോവർക്കറും അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അയാളുമായിട്ട് സംസാരിക്കുന്നതിനിടയിലാണ് കീസയെ പറഞ്ഞിട്ടാണ് വേറെ നിവർത്തിയൊന്നും ഇല്ലാണ്ട് അവന് അവിടേക്ക് ജോലിക്ക് വരേണ്ടി വന്നേന്നും അങ്ങനെ വന്നത് തന്നെ അവളെയും ബേക്കോയും കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അവളെ പറ്റിയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുമാണ് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം തന്നെ എന്തിനാണ് എന്റെയും ബേക്കോയുടെ ഇടയിൽ കീസ ഇങ്ങനെ കയറി വരുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ റീസൺ എനിക്കറിയില്ലെന്നും പക്ഷെ ബേക്കോ മേക്കിങ്ങിന്റെ അടുത്ത് എന്താ ചെയ്തതെന്ന് അവൾക്ക് അറിയില്ല എന്ന് മാത്രം കീസെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് ഒരു അസിസ്റ്റന്റ് കോവർക്കർ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഇതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ച് വീട്ടിലെത്തിയ മേക്കിങ്ങിനോട് ഒങ്ജു ബാക്കിയുള്ള ഫാമേഴ്സ് പറഞ്ഞറിഞ്ഞ് ബേക്കോ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ചേച്ചിയോട് സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ വീട്ടിൽ വെച്ച് കരഞ്ഞു എന്നുള്ള ഒരു വാർത്ത ഒങ്ജു ഈ സമയം മേക്കിങ്ങിന്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ആകെ ഭ്രാന്ത് പിടിച്ച് അവൾ നേരെ തന്നെ ബേക്കോയുടെ റൂമിൽ പോയിട്ട് അവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അവിടെ ഇല്ലാന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതേസമയം ബേക്കോയാകട്ടെ കീസേനെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബേക്കോനെ കണ്ട കീസെ ആകട്ടെ നീ എന്താണ് ഇതുവരെ മേക്കിങ്ങിന്റെ അടുത്ത് ഒന്നും പറയാത്തതെന്ന് കീസെ അവനോട് ചോദിക്കുമ്പോൾ കീസെ അത്രയും വർഷങ്ങൾക്ക് സ്നേഹിച്ചിരുന്ന മേക്കിങ്ങിന് അങ്ങനത്തെ ഒരു അവസ്ഥ, അത്രയും വലിയൊരു ട്രോമ ഫേസ് ചെയ്യേണ്ടി വന്ന സമയത്ത് അവൻ എന്താണ് അവളെ ഹെൽപ്പ് ചെയ്യാതിരുന്നേന്ന് ബേക്കോയും തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ അങ്ങനെ ഒരു ചീറ്റർ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും അതുകൊണ്ട് തന്നെ എന്നെ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവളുടെ പാസ്റ്റിനെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു പാർട്ട്ണറിനെ അല്ല അവൾക്ക് ആവശ്യമെന്നും വളരെ ഓർഡിനറി ആയ നോർമലായ പാസ്റ്റിനെ കുറിച്ചൊന്നും അവളെ ഓർമ്മിപ്പിക്കാത്ത സാധാരണ റിലേഷൻഷിപ്പിലായിരിക്കണം അവളെന്നാണ് അവന്റെ ആഗ്രഹമെന്നും കീസെ പറയുന്നുണ്ട്. മാത്രമല്ല കിങ്ങിന് വേണ്ടി തന്നെ നീ അവളെ വിട്ടുപോകുന്നതാണ് അവൾക്ക് നല്ലതെന്നും കീസെ പറയുമ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് ബേക്കോയും പറയുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം സംസാരിച്ച് അവൻ നൈറ്റ് വീട്ടിൽ വരുന്ന സമയത്ത് അവൾ അവനെയും കാത്ത് പുറത്തിരിക്കുന്നത് കാണുന്ന അവൻ നേരെ തന്നെ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇത്രയും നേരം നീ എവിടെയായിരുന്നു എന്ന് പറഞ്ഞ് അവൾ ഓടിച്ചെന്ന് അവനെ ഹഗ് ചെയ്ത് അവൾക്കിപ്പോൾ ബേക്കോ എന്ന് വെച്ചാൽ അത്രയ്ക്കും ജീവനാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന ബേക്കോ കുറച്ചും കൂടി വിഷമത്തിലായി അവളെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് 6 വർഷങ്ങൾക്ക് മുമ്പ് അവൻ വൊൻഹാനില് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഒരു സഹായം ചെയ്തു കൊടുക്കേണ്ടി വന്നുവെന്നും അത് തെറ്റായ ഒരു കാര്യമാണെന്ന് അറിഞ്ഞിട്ടും അവൻ അത് തന്നെ ചെയ്തതെന്നും അവൻ പറയുന്നുണ്ട്. പിന്നീട് അവൻ ആ ചെയ്ത കാര്യം എന്ന് പറയുന്നത് കിങ് മേക്കിങ്ങിനെ ആ ഒരു ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ആക്കുക എന്നതായിരുന്നു എന്നും അവൻ റിവീൽ ചെയ്യാണ്. ഇത് കേട്ട് പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് മേക്കിങ്. മാത്രമല്ല അവന്റെ പ്ലാൻ പ്രകാരം അവന്റെ സീനിയേഴ്സ് പറഞ്ഞു തിരിച്ച് കീസയുമായിട്ട് ആ ഒരു എഫെയറിൽ ഉണ്ടായിരുന്ന ഉത്തരനെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ജോലിയിൽ വളരെ പ്രയാസമായിട്ടുള്ള ഒരുപാട് ടാസ്കുകളൊക്കെ കൊടുത്ത് അവളെ പറ്റി കുറെ അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് ഒക്കെ പറഞ്ഞു വരുത്തി അവൾ ഡിപ്പാർട്ട്മെന്റ് മാറ്റിക്കലായിരുന്നു അവൻ ചെയ്ത ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് മടുത്തിട്ടാണ് മേക്കിങ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഇതെല്ലാം ബേക്കോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ വാക്കുകൾ കിട്ടാതെ എൻ്റെ ആ ഒരു ട്രോമയ്ക്ക് കാരണക്കാരനായവനെ തന്നെയാണല്ലോ ഞാൻ ഇത്രയും നാള് സ്നേഹിച്ചത് എന്നോർത്ത് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയം ബേക്കോ അവളെ വിളിച്ചു നിർത്തി നീ എന്നെ ചീത്ത പറയെ അടിക്ക് എന്ത് വേണമെങ്കിലൊക്കെ ചെയ്തോളാൻ പറയുമ്പോൾ അവൾ അനുഭവിച്ച പെയിനിനും ബാക്കിയുള്ളവരുടെ മുമ്പിൽ നാണം കെട്ടതിനും ബാക്കിയുള്ളവർ പറയുന്ന റൂമേഴ്സ് എല്ലാം കേട്ട് തല കുനിച്ച് നടക്കേണ്ടി വന്നതിനും ഡിപ്പാർട്ട്മെന്റ് മാറിയ സമയത്ത് ഒരാൾ പോലും അവളെ തിരിഞ്ഞു നോക്കാണ്ട് ആകെ ഒറ്റപ്പെട്ട് അവൾ നീറി കരഞ്ഞപ്പോഴും ആ ഒരു വേദനയെല്ലാം ബേക്കോയോട് ഒന്ന് ദേഷ്യപ്പെട്ടതുകൊണ്ട് അവൾക്ക് മാറ്റാൻ പറ്റുമോ എന്ന് അവൾ തിരിച്ച് അവൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും മനസ്സിൽ ഒരു കത്തി കുത്തി ഇറക്കിയ ഫീലിങ്സോടെ ഇനി എന്ത് എന്നതിന് ഒരു വ്യക്തമായ ഉത്തരമില്ലാതെ നിൽക്കുന്ന ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായെന്ന് അറിയാനായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരാം. സോ സീ യു സൂൺ.